റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് നമ്മോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ്. രൂപാന്തരപ്പെടണം എന്നുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് മെറ്റമോർഫോ എന്നാണ്. ഈ വാക്കിന്റെ ആത്മീക ആഴം മനസ്സിലാകണമെങ്കിൽ, എങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടതെന്ന് മനസ്സിലാകണമെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത തരത്തിൽ അവന്റെ വസ്ത്രം വെള്ളയായി തീർന്ന് അവൻ രൂപാന്തരപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന തിരുവചനം വായിക്കണം. അവിടെ രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നതിനും ഇതേ വാക്ക് തന്നെ മെറ്റമോർഫോ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മെറ്റമോർഫോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയിൽ ഒരു മനുഷ്യനും സ്വയമായി കഴിയാത്ത തരത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഒരു മനുഷ്യന് വരുത്തുന്ന രൂപാന്തരമാണ് മെറ്റമോർഫോ. പഴയതിൻ്റെ ഒരു അനുഭവവും ഒരവസ്ഥയും ശേഷിക്കാതെയുള്ള മാറ്റം, അതായത് മെറ്റമോർഫോസിസ് എന്ന് നാം കേട്ടിട്ടുള്ള പ്യൂപ്പയുടെ രൂപാന്തരം ചിത്രശലഭമായി മാറുന്നത് പോലെ വളരെ വ്യത്യസ്തമായ മറ്റൊന്നായി മാറുന്നത് പോലെയുള്ളൊരു മാറ്റം, ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയാത്ത സ്വർഗത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു രൂപാന്തരം, അതാണ് മെറ്റമോർഫോ.